2023 ഒക്ടോബർ മാസം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു. പ്രത്യേകിച്ചും ആ ഒരു സമയത്ത് ലോകത്തിലെ ജനങ്ങൾ ഒന്നാകെ ഏറ്റവും അധികം വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ്. കാരണം ഗസയിലെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ലോകം മുൻപ് കേട്ടിട്ടുണ്ടെങ്കിലും അതിഭീകരമായിട്ടുള്ള രീതിയിൽ കേൾക്കാൻ തുടങ്ങിയത് 2023 ഒക്ടോബർ മാസത്തിലാണ്. ആരാധനകൾക്ക് പോലും വിലക്കേർപ്പെടുത്തുന്ന തരത്തിൽ ഇസ്രയേലിന്റെ സംവിധാനങ്ങൾ ആകാശ, കടൽ, കരമാർഗത്തിലൂടെ ഗസയെ ഒരു തുറന്ന ജയിലാക്കി മാറ്റിക്കൊണ്ട് മുന്നിൽ പോകുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റിട്ടുള്ള മുറിവുകൾക്ക് പകരമായി ഗസയുടെ കാവൽക്കാരെന്ന് അവകാശപ്പെടുന്ന ഹമാസിന്റെ പോരാളികൾ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുകയാണ്. ആ ഒരു സമയത്താണ് ഈ ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഹമാസിനെയും ഫലസ്തീനെയും കുറ്റക്കാരായി ചിത്രീകരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. ഇപ്പോഴിതാ ഇസ്രയേല് ലെബനാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന വേദനാജനകമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സംഘികളും അതുപോലെ തന്നെ യുക്തിവാദികളും ഒരുപോലെ ഇന്ന് ലെബനാനിലേക്ക് ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 17-ാം തീയതി ലെബനാനിലെ ഹിസ്ബുള്ളയുടെ കമാൻഡേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി ആളുകൾ മരണപ്പെടുകയും അതിലേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ലോകം യുദ്ധങ്ങളെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? അതല്ല എങ്കിൽ യുദ്ധങ്ങൾ നിലനിൽക്കുന്ന ഈ കാലത്ത് തന്നെ മനുഷ്യനീതിക്ക് പ്രസക്തിയില്ലേ? എന്താണ് യാസക ഈ വിഷയത്തെ നോക്കി കാണുന്നത്? ഇസ്രായേൽ ഫലസ്തീൻ വിഷയം, അതേപോലെ തന്നെ ഇപ്പോൾ ലെബനാനുമായിട്ട് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, യഥാർത്ഥത്തിൽ നമ്മളെ ഇന്ത്യ രാജ്യത്ത് വിശേഷിച്ച കേരളത്തിലൊക്കെ ഒരു വല്ലാത്തൊരു പോരാട്ടത്തിന്റെ വേറൊരു വേർഷൻ, ഒരു ചരിത്ര വേർഷൻ ശരിക്കും ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളുടെ ഈ ഒരു പോരാട്ടത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ സാധാരണക്കാരായ ആളുകളെ, ഇപ്പൊ ഫലസ്തീൻ ആകട്ടെ, ഇപ്പൊ ഇന്നലെ ലെബനാൻ ആവട്ടെ, ഇസ്രായേൽ ചെയ്യുന്ന വളരെ കിരാതമായ ഒരു നടപടിയുണ്ട്. സാധാരണക്കാരായ ആളുകളെ ഹോസ്പിറ്റല്, സ്കൂളുകള്, അതേപോലെ തന്നെ അത്തരം ടൗണുകൾ ബേസ് ചെയ്തുകൊണ്ട് അത്തരത്തില് വ്യോമാക്രമണം നടത്തുക, ഷെല്ലാക്രമണം നടത്തുക, ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുതന്ത്രങ്ങളിലൂടെ, ചതിയിലൂടെ പേജറുകൾ പൊട്ടിത്തെറിപ്പിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ആണ് ഇസ്രായേല് അവരുടേതായ, അതായത് ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഉയർന്ന നിരക്ക് ഇപ്പുറത്താണെങ്കിലും ശക്തമായ രീതിയിലുള്ള തിരിച്ചടി യഥാർത്ഥത്തിൽ ഇസ്രായേല് നല്ല പോലെ വിയർക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇവിടെ ഇപ്പോ മറുനാടൻ ഷാജനോ അല്ലെങ്കിൽ ജനൻ ടിവിയോ വന്നുകൊണ്ട് ഇസ്രായേൽ അങ്ങനെ ചെയ്തു, ഇസ്രായേൽ ഇങ്ങനെ ചെയ്തു എന്ന് പറച്ചിൽ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തിന് മുകളിലായി. 7 ദിവസം കൊണ്ട് തീർക്കും ഫലസ്തീനിനെ, ഹമാസിനെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഈ ഒരു യുദ്ധം ഏകദേശം 1 കൊല്ലം കഴിഞ്ഞിട്ടും ഹമാസിന്റെ പോരാളികളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനോ തുരത്താനോ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഈ പറഞ്ഞതുപോലെ ലെബനാനിലെ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു യുദ്ധത്തില് ഹിസ്ബുള്ള ഇന്നലെയൊക്കെ ശരിക്ക് ഇസ്രായേലിന്റെ വ്യോമ താവളങ്ങളെ നോക്കിയിട്ട് വളരെ വലിയ ശക്തമായ തിരിച്ചടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തിരിച്ച് ഇസ്രായേൽ എന്താ ചെയ്തത്? അവിടെയുള്ള ജനസാന്ദ്രതയുള്ള മേഖലയിൽ ബോംബ് വർഷിപ്പിച്ചിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് പരിക്കേൽക്കുകയും ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം മാത്രം. ഇത് തന്നെയാണ് ഫലസ്തീനിൽ സംഭവിച്ചത്. ഇവിടെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട വസ്തുത, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രം അവർക്ക് സ്ഥലം കൊടുത്തത് ഫലസ്തീനാണ്. ഈ സ്ഥലം കൊടുത്ത ആളുകളെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത രൂപത്തിൽ കുടിയേറി കയ്യേറി അവരുടെ ആരാധനാലയങ്ങൾക്കുമേൽ പോലും ആധിപത്യം സ്ഥാപിച്ച് വർഷങ്ങളായിട്ട് പല ചാനലുകളും പറയുന്നുണ്ട് ഹമാസ് ഇസ്രായേൽ കയറിയിട്ട് ആദ്യമായിട്ട് അത്തരത്തിൽ പാരച്യൂട്ടിൽ ഇറങ്ങിക്കൊണ്ട് ആക്രമണം നടത്തിയത് കൊണ്ടുള്ള തിരിച്ചടി. അങ്ങനെയല്ല, അത് ഇവരെ കഷ്ടപ്പെടുത്തി ഇവരുടെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തും ആണുങ്ങളെ തടവിലാക്കിയും മറ്റുമൊക്കെ കയ്യേറി ആ രീതിയിൽ മുന്നോട്ട് പോയ സാഹചര്യത്തിൽ അതിന്റെ വർഷങ്ങളോളം പീഡനം അനുഭവിച്ചപ്പോൾ ഒരു പ്രതിരോധം എന്നുള്ള നിലക്കുള്ള അത്തരം പോരാട്ടത്തിന്റെ വഴികളിലാണ് അവര് ആ ജനത ഒന്നടങ്കം
മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ രാജ്യത്ത് നിന്നുകൊണ്ട് അവിടെ കൂട്ടക്കുരി നടക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളെ കൊല ചെയ്യുന്ന കാഴ്ച കണ്ട് സ്മൈലി ചിഹ്നമിടാൻ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം അല്പമെങ്കിലും അറിയുന്ന ആർക്കെങ്കിലും കഴിയും? ആലോചിച്ച് നോക്കൂ. 1947 ബ്രിട്ടീഷുകാർ ഇവിടം വിടുന്നതിന് മുമ്പ് ഇതും ഒരു സാമ്രാജ്യത്വ ശക്തികളുടെ കീഴിലായിരുന്നു. ഇവിടെയും ധാരാളം കൂട്ടക്കൊലകൾ അത്തരം അധിനിവേശ ശക്തികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. ബ്രിട്ടീഷുകാരെങ്ങനെയാണ് ഇവിടുത്തെ പോരാളികളെ വിളിച്ചത്? ഭീകരവാദികൾ, വിപ്ലവകാരികൾ, ഇത്തരത്തിലുള്ള പദങ്ങളാണ് പ്രയോഗിച്ചത്. അങ്ങനെ ബ്രിട്ടീഷ് അധിനിവേശത്തോട് പടപൊരുതി സ്വതന്ത്രമായ ഇന്ത്യ രാജ്യം 100 വർഷമൊന്നായിട്ട് 1075 വർഷമായിട്ടുള്ളൂ. അങ്ങനെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ നിന്ന് എങ്ങനെയാണ് ഫലസ്തീനിന്റെ പോരാളികളെ, അത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പിനെ എങ്ങനെയാണ് അവർ കൊല ചെയ്യപ്പെടുമ്പോൾ, കുട്ടികൾ കൊല ചെയ്യപ്പെടുമ്പോൾ ഇവർക്ക് സ്മൈലി ചിഹ്നം ഇടാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന അധിനിവേശ ശക്തിയെ ഇവർക്ക് അനുകൂലിക്കാൻ കഴിയുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, ശക്തമായ ചെറുത്തുനിൽപ്പ്, ശക്തമായ രീതിയിലുള്ള തിരിച്ചടികൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് കാര്യമായ രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇസ്രായേലിന്റെ ഒരു സിസ്റ്റം അങ്ങനെ തന്നെയാണ്. അവർക്ക് ഏൽക്കുന്ന തിരിച്ചടികളെ അത് പുറം ലോകം അറിയിക്കുന്നതിൽ വലിയ നിയന്ത്രണങ്ങളുള്ള രാജ്യം തന്നെയാണ് ഇസ്രായേൽ. പക്ഷെ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അത്രയും ദുരന്തമാകുന്ന അടിസ്ഥാനത്തിലാണ് ചെറിയ ചെറിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. പക്ഷെ ഇവരുടെ അധിനിവേശം പല രീതിയിലും വർഷങ്ങളോളം നീണ്ടു നിൽക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന, അതിനെതിരെ ഒരു ജനസമൂഹം ഉയർന്നു നിൽക്കുമ്പോൾ അവരെ ഇല്ലായ്മ ചെയ്യുന്നത് കാണുമ്പോഴാണ്, അതാണ് പിന്നീട് ഇത് മറ്റൊരു രാജ്യത്തിലേക്ക് വ്യാപിച്ചത്. അത് ഇനിയും ഈ യമൻ പോലെ അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന രീതിയിലേക്കൊക്കെ ആവുന്ന തരത്തിലാണ് ഇപ്പൊ നമ്മൾ ഇസ്രായേലും ഫലസ്തീനും ലെബനാനും തമ്മിലുള്ള ഈ ഒരു യുദ്ധത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇത് ഇനി ഒരു വലിയ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണക്കാരാരാണ്? ഇസ്രായേലിന്റെ അധിനിവേശ മനോഭാവമാണ്. ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള വംശീയപരമായ ചിന്താഗതി മാത്രമാണ്. അതല്ലെങ്കിൽ ഫലസ്തീൻ അവരുടേതായ ആ മണ്ണ് വിട്ടുകൊടുത്തുകൊണ്ട് മാന്യമായിട്ട് അവരവരുടെ മാന്യത കാണിക്കാത്തത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഇതൊക്കെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം, ഖസാം ബ്രിഗേഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും മുതിർന്ന കമാൻഡർ ആയിരുന്നു ഇസ്മായിൽ ഹനിയ. ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തുന്നതും ചതിയിലൂടെയാണ്. മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ചാരസംഘടന, ആ ചാരസംഘടനയുടെ ഒത്താശയോടുകൂടി ഇറാനിൽ ഇസ്മായിൽ ഹനിയെ താമസിച്ചിരുന്ന ആ താമസ സ്ഥലത്ത് അതീവ രഹസ്യമായി എത്തിക്കൊണ്ട് ബോംബ് വർഷിച്ചാണ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തുന്നത്. ഇത്തരത്തില് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് കടന്നു ചെന്നുകൊണ്ട് അവരുടെ സംരക്ഷണത്തിലിരിക്കുന്ന ഇസ്മായിൽ ഹനിയെ പോലുള്ള ഒരു നേതാവിനെ കൊലപ്പെടുത്തുമ്പോൾ ഒരിക്കലും ഇറാൻ എന്ന് പറയുന്ന രാജ്യം വെറുതെ ഇരിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും തങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് തങ്ങളുടെ രാജ്യത്തിന്റെ അതിഥിയായിരിക്കുന്ന ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയതിൽ രോഷം പൂണ്ടിട്ട് തന്നെയാണ് ഇറാനിൽ നിന്നും ഹിസ്ബുള്ള പോരാട്ടം തുടങ്ങിയത്. ആ പോരാട്ടം യഥാർത്ഥത്തിൽ ഇസ്രായേലിനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അറിയാം, നമുക്ക് അറബ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മൗനം പാലിച്ചിരുന്ന സമയത്ത് ആദ്യമായി ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഇസ്രായേലിന്റെ കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ യുദ്ധങ്ങളെ കൃത്യമായിട്ട് ചോദ്യം ചെയ്ത ഒരു രാജ്യമാണ് ഇറാൻ. അത്തരത്തിൽ നോക്കുമ്പോൾ ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള ഈ തിരിച്ചടി ഇസ്രായേലിനുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇനി നമ്മളൊന്ന് നോക്കൂ, ഇസ്രായേല് ആദ്യമായിട്ടാണോ ഇത്തരത്തിൽ ലെബനാനിലേക്ക് ആക്രമണം നടത്തുന്നത്? നമുക്ക് നോക്കാം. 1982 ഇസ്രായേല് യഥാർത്ഥത്തിൽ ലെബനാനിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. ലെബനാനിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അന്ന് ലെബനാനെ ആക്രമിക്കാനായിട്ടുള്ള കാരണമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് PLOയുടെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ഓഫീസ് ലെബനാനിലാണെന്നും അതുകൊണ്ട് ഈ ലെബനാനെ ആക്രമിച്ചുകൊണ്ട് ലെബനാന്റെ തലസ്ഥാന നഗരത്തിരിക്കുന്ന ആ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ഓഫീസ് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അവിടെയുള്ള ആളുകളെയും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സംവിധാനങ്ങളെയും ഒക്കെ തകർത്തുകൊണ്ട് അവിടെ നിന്ന് ഓടിക്കുകയാണ്. ശേഷം പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ഓഫീസ് വീണ്ടും തുണീഷ്യയിലേക്കാണ് മാറ്റുന്നത്. തുണീഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള തുണീസിലേക്ക് മാറ്റിയിട്ട് അവിടെയും ചെന്നുകൊണ്ട്, അതായത് തുണീസിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ലെബനാനിൽ നിന്നും ഏകദേശം 2000-ലധികം കിലോമീറ്ററുകൾ അപ്പുറത്താണ് ഈ തുണീഷ്യ എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്ത് ഒരു ആഫ്രിക്കൻ രാജ്യമായ തുണീഷ്യയിൽ ചെന്നിട്ട് അവിടെ പോലും ചെന്നുകൊണ്ട് പലസ്തീൻ എന്നുള്ള ആ ഒരു രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ
ഓഫീസിന്റെ അകത്ത് കടന്നുകൂടിയിട്ട് അവിടുത്തെ ഡ്രോയറുകളിൽ പോലും സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ടാണ് ഇസ്രായേല് PLOയുടെ ഓഫീസ് തകർക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തില് ചതിയിലൂടെയാണ് ഇസ്രായേലിന്റെ മുൻകാലങ്ങളിലെ ചരിത്രവും നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതല്ലാതെ ഖസാം ബ്രിഗേഡുമായിട്ട് നേരിട്ടുള്ള ഒരു പോരാട്ടം നടത്തിയിട്ട് അതിൽ പരാജയപ്പെടുകയോ വിജയിക്കുകയോ ചെയ്ത ചരിത്രം യഥാർത്ഥത്തിൽ ഇസ്രായേലിനില്ല. നേരെ മറിച്ചുകൊണ്ട് ചതിയിലൂടെ ചാരപ്പണിയിലൂടെ ഒക്കെയാണ് ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ കൊലപ്പെടുത്തുന്നത്. യഹിയ സിൻവാറിന്റെ കാര്യത്തിലാണെങ്കിലും ഇസ്മായിൽ ഹനിയയുടെ കാര്യത്തിലാണെങ്കിലും അതിനു മുൻപുള്ള പല നേതാക്കന്മാരുടെ കാര്യത്തിലാണെങ്കിലും യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തിയെന്ന് ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഖസാം ബ്രിഗേഡ് അതിനെ സ്ഥിരീകരിച്ചിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതികരണം ഖസാം ബ്രിഗേഡ് നടത്തിയിട്ടില്ല. ഇത്തരത്തിൽ ലെബനാനെ പോലെയുള്ള ഒരു രാജ്യത്ത് ഇവിടെ ഈ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ബോംബാക്രമണം ഈ ലെബനാനിലെ അഭയാർത്ഥികൾ താമസിക്കുന്ന ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിട്ടുള്ളത്. മറുഭാഗത്ത് ഇസ്രായേലിന്റെ പട്ടാളക്കാർ താമസിക്കുന്ന സോൾജേഴ്സ് താമസിക്കുന്ന ക്യാമ്പുകളിലാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തിയിട്ടുള്ളത്. ഒരു ഭാഗത്ത് നോക്കൂ, കുഞ്ഞുങ്ങളും വൃദ്ധന്മാരും യുദ്ധത്തിന്റെ ആ ഒരു വ്യാപ്തി ബാധിച്ചുകൊണ്ട് അവർ ജീവിക്കുന്ന ആ ഒരു സ്ഥലത്ത് വന്നുകൊണ്ട് ബോംബ് വർഷിച്ചുകൊണ്ട് ഈ നിരപരാധികളായിട്ടുള്ള ആളുകളെ എന്തിനു കൊലപ്പെടുത്തുന്നു. അത് മാത്രമാണ് ഇവരുടെ എന്താണ് ഇവർക്കുള്ള ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ കുറെ ആളുകളെ കൊന്നു തള്ളി. ഇപ്പൊ നോക്കൂ, യുദ്ധം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടപ്പോ ഇവർ കരയുദ്ധം തുടങ്ങി. 4 ഭാഗത്തു നിന്നും അടിക്കും, ഇതോടുകൂടി ചാമ്പലാകും. നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതെയാകും, ആകെ തരിപ്പണമാകും എന്ന് പറഞ്ഞിട്ട് കരയുദ്ധം തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് അവർക്ക് കൃത്യമായ ഒരു സംഗതി ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഹമാസ് പോരാളികളെ ആ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഇങ്ങനെയൊക്കെ വർഷങ്ങൾ ഇപ്പോ ഒരു വർഷം പിന്നിട്ടു. ഇപ്പോ ലെബനാനുമായിട്ട് ഹിസ്ബുള്ളയുമായിട്ട് ഇറാന്റെ ആ ഒരു പ്രതിരോധത്തിന് ഇസ്രായേൽ വിധേയമാകുമ്പോ ഇന്നലെ ചൈന അവരുടെ ഇസ്രായേലിലുള്ള പൗരന്മാർക്ക് ഒരു സന്ദേശം നൽകി. വളരെ വളരെ വ്യക്തമാകുന്ന രീതിയിൽ ഇസ്രായേൽ വളരെ പ്രതിസന്ധിയിലാകുകയാണ് എന്ന് ചൈന തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ പൗരന്മാരെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക്, രാജ്യത്തേക്ക്, ചൈനയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവിടുന്ന് അവരുടെ എംബസി ആഹ്വാനം നടത്തി. അപ്പോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശക്തമായ പ്രതിരോധത്തിൽ ഇസ്രായേൽ ആടി ഒലയുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. കൂടുതൽ കാലം ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഭയപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ മാധ്യമങ്ങളിൽ കാണുമ്പോൾ പാവപ്പെട്ട ആളുകളെ ധാരാളമായി കൊന്നു തള്ളുന്നു, നിരപരാധികളായ ആളുകളെ കൊന്ന് യുദ്ധത്തിന്റെ നിയമങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് കാറ്റിൽ പറത്തി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ആര് ഇടപെടും? യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് നിൽക്കുന്ന വളരെ ഖേദകരമായ പല സംഭവവികാസം. ഇങ്ങനെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ കൊന്നു തള്ളുന്നത് യുദ്ധ നിയമങ്ങൾക്ക് എതിരാണ് എന്ന് ഇസ്രായേലിന് അറിയായിട്ടല്ല, ഈ പറയുന്ന ഇതിന് ഐക്യരാഷ്ട്രസഭക്ക് അറിയാനിട്ടല്ല. ഇവരൊക്കെ ഇത് നോക്കിക്കാണുന്നുണ്ട്. പക്ഷെ ഇതില് ഇപ്പൊ ഇടപെടേണ്ടതില്ല എന്നുള്ളത് ഒരു തിരിഞ്ഞു നിർത്തം മാത്രമാണ്. നേരെ മറിച്ച് ഇസ്രായേല് പ്രതിസന്ധിയുടെ അങ്ങേയറ്റം എത്തുമ്പോൾ ഈ പറയുന്ന പല സുജായിമാരും ഇടപെട്ടുകൊണ്ട് അത് ഭംഗിയായി അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇത് വലിയൊരു കൂട്ടവംശഹത്യ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ പോരാട്ടം നടത്തുന്ന, യഥാർത്ഥത്തിൽ യുദ്ധമുഖത്തുള്ള, അത് ഹമാസ് ആകട്ടെ ഹിസ്ബുള്ളയാകട്ടെ, ഈ പറയുന്ന രീതിയിൽ അവരെ ഐഡന്റിഫൈ ചെയ്യാനോ അവരെ ഇല്ലായ്മ ചെയ്യാനോ ഇസ്രായേലിന് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ പാവപ്പെട്ട മനുഷ്യരെ കൂട്ടക്കുരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് തിരിച്ചങ്ങനെയല്ല. തിരിച്ച് ഹിസ്ബുള്ളയാകട്ടെ അതേപോലെ തന്നെ ഹമാസ് ആകട്ടെ അവരടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ സൈനിക വിങ്ങുകളെ, അതേപോലെ തന്നെ ഇവരുടെ വ്യോമതാവളങ്ങളെ, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ എങ്ങനെയാണോ നേരിടുക എന്നുള്ള കൃത്യമായ ആ ഒരു ഗ്രാസ് റൂട്ടോട് കൂടി ഇവര് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇതിന്റെ മറുവശമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും യുദ്ധം ഒന്നിനും പരിഹാരമല്ല. എത്രയും പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കൂട്ടക്കുരുതികൾ നടത്തുക എന്ന് പറഞ്ഞാൽ അത് മനസാക്ഷിക്ക് നിരക്കാത്തതാണ്, മനുഷ്യത്വത്തിന് നിരക്കാത്തതാണ്. അത്തരത്തിൽ ഇസ്രായേലിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന രാജ്യങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ ആ ഒരു സമാധാനപരമായ ഒരു മധ്യസ്ഥ രീതിയിലേക്ക് അറബ് രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട്, അവരൊക്കെ പലപ്പോഴും മൗനമായിട്ട് നിൽക്കുന്ന ഒരു വളരെ ഖേദകരമായ ഒരു അവസ്ഥ കൂടി ഇതിലുണ്ട്. ഈ അമേരിക്കയോട് വഴിപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഇത്തരം ചെയ്തികളൊക്കെ മൗനമായി നിന്നുകൊണ്ട് എത്ര കാലം ഇതിനെ തിരിഞ്ഞു നിൽക്കാൻ കഴിയും? പാവപ്പെട്ട ഇത്തരം ആളുകൾ കൊല ചെയ്യപ്പെടുന്നതിലൂടെ. ഏതായാലും ഇത് വലിയൊരു വിപത്താണ്. അത് വലിയ രീതിയിൽ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ പോകുന്ന രീതിയിൽ വലിയ കൂട്ടക്കുരുതി, വംശഹത്യ
ഈ രീതിയിലൊക്കെ വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ്. 1983 അതായത് ലെബനാനിലേക്ക് ഇസ്രായേൽ ഈ വർഷം അറ്റാക്ക് നടത്തുന്നതിന് മുൻപ് കുറെ മുൻപുണ്ടായിട്ടുള്ള സംഗതിയാണ്. ഈ വർഷം നടത്തിയ അറ്റാക്കിനെ കുറിച്ച് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് മുൻപ് നടത്തിയിട്ടുള്ളതിന്റെ ഒരു പൊടി ഭാഗം മാത്രമാണ്. 1983 ഷെബുല ശത്ര അറ്റാക്ക് ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഷെബുല ശത്ര എന്ന് നമ്മൾ പരിശോധിച്ച് വെച്ച് നോക്കുമ്പോൾ ഈ ലെബനാനിലെ ഫലസ്തീൻ അഭയാർത്ഥികൾ താമസിച്ചിട്ടുള്ള ഒരു അഭയാർത്ഥി ക്യാമ്പാണ് ഈ ഷെബുല ശത്ര എന്ന് പറയുന്നത്. ഈ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇസ്രായേല് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയാണ്. അന്ന് ആക്രമണം നടത്തുന്നത് IDF-ന്റെയും അതുപോലെ തന്നെ അവിടെ ലെബനാനിലുള്ള ചില തീവ്രവാദ സംഘടനകളുടെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ്. അങ്ങനെ ആക്രമണം നടത്തിയതിനെ കുറിച്ച് ഒരു അമേരിക്കൻ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള സ്റ്റീവ് ലീ പറയുന്നുണ്ട്. സ്റ്റീവ് ലീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് അവിടെ ഛേദിക്കപ്പെട്ട ശരീരങ്ങളുടെയും കൊച്ചു കുരുന്നുകളുടെ മൃതശരീരങ്ങൾ ഡസ്റ്റ്ബിന്നിൽ കൂനയായിട്ട് കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ മൃതദേഹങ്ങളെ, അതായത് ബലാത്സംഗം ചെയ്തുകൊണ്ട് മൃതദേഹങ്ങളെ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള രീതിയിൽ റേപ്പ് ചെയ്തുകൊണ്ട് അതിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള കാര്യങ്ങൾ. അതിനുശേഷം 1983 തന്നെ അമേരിക്കൻ എംബസിയിൽ ഇസ്രായേലിൽ ഒരു സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്റ്റീവ് ലീ മരണപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ, അതായത് ഫലസ്തീന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അതുപോലെ തന്നെ ഫലസ്തീന് വേണ്ടി സംസാരിക്കുന്ന ആളുകളെയൊക്കെ കൊലപ്പെടുത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗസാം ബ്രിഗേഡുമായിട്ടോ അതല്ല എങ്കിൽ ഹിസ്ബുള്ളയുമായിട്ടോ ഒന്നും തന്നെ ഇവർക്കൊരു പോരാട്ടം നേർക്കുനേർ നടത്തിയിട്ടുള്ള ഒരു പാരമ്പര്യമില്ല. ഇനി നമ്മളൊന്ന് എടുത്തു വെച്ച് നോക്കുക. ഇവിടെ യഹിയ ഗൻവാഷ് എന്ന് പറയുന്ന ഒരു ഗസാം ബ്രിഗേഡിന്റെ സ്ഥാപകനായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് എങ്ങനെയാണ്? 1996 അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് ഈ നൽകിയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ സമ്മാനമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധു നൽകിയിട്ടുണ്ടായിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഇദ്ദേഹത്തെ കൊലപാതകം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഇസ്രായേലിന്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദ് അടക്കം അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധു ഈ യഹിയ ഗൻവാഷിന് ഒരു മൊബൈൽ ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ആ മൊബൈൽ ഫോണിൽ 39 ഗ്രാം RDX വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്. ഇത്തരത്തില് പേജർ ബോംബുകളൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പേജർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ ഇതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുന്നേ ചിന്തിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ചതിയിലൂടെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്രായേൽ പട്ടാളത്തിന്റെ തലവന്മാർ തന്നെ പറയുന്നത് വളരെ കണ്ണിങ് ആയിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള കൂർമ്മ ബുദ്ധിയോടുകൂടി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റുകൾ ഉണ്ടല്ലോ, അതായത് സോപ്പ് പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ, അതിൽ നിന്ന് പോലും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുന്ന വളരെ കൂർമ്മ ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ യഹിയ ഗൻവാഷ് എന്ന്. അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഈ രീതിയിലൂടെയാണ്, അതായത് ചതിയിലൂടെ മൊബൈൽ ഫോണിൽ RDX വെച്ചുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെയുള്ള ആളുകളെ ഒന്ന് നേർക്ക് ഇവർക്ക് യുദ്ധം ചെയ്തുകൊണ്ട് അത്തരത്തിൽ അവരുമായിട്ട് പോരാട്ടം നടത്തി കൊലപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇവിടെ ഇസ്മായിൽ ഹനിയനെ കൊലപ്പെടുത്തിയതാണെങ്കിലും യഹിയ ഗൻവാഷിനെ കൊലപ്പെടുത്തിയതാണെങ്കിലും അത്തരത്തിലുള്ള ആളുകളെയല്ല. എന്തൊക്കെയാണെങ്കിലും ലോകം ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുടെയും ഇസ്രായേലിന്റെയും ഈ ഒരു യുദ്ധത്തെയാണ്. ഈ ഒരു യുദ്ധം ഫലസ്തീനെ പോലെ, മറ്റൊരു ഗസയെ പോലെ യഥാർത്ഥത്തിൽ ലെബനാനാക്കി മാറ്റാൻ ഇസ്രായേൽ ശ്രമിക്കുമോ, അതിനെ ഹിസ്ബുള്ള എങ്ങനെ നോക്കിക്കാണും, അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ലോകം ഒരിക്കലും യുദ്ധത്തെയോ യുദ്ധക്കുതിയന്മാരെയോ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനത്തോടു കൂടിയുള്ള, സൗഹൃദത്തോടു കൂടിയുള്ള ഒരു ലോകമാണ്. ആ ലോകം വന്നു ചേരട്ടെ. ഈ രാജ്യത്തുള്ള ഞാനും നിങ്ങളും ജീവിക്കുന്ന, നമ്മളും ജീവിക്കുന്ന ഈ രാജ്യത്ത് സമാധാനപൂർണമായിട്ടുള്ള, സൗഹൃദപരമായിട്ടുള്ള ഒരു ലോകം, നമ്മുടെ രാജ്യമടങ്ങുന്ന ഒരു ലോകം ഇവിടെ ഉണ്ടാവട്ടെ. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മുൻകൈ എടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്.